Namaskar. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയം ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ക്രൈസ്തവ എഴുത്തുപുര മിഷന്റെ നേതൃത്വത്തിലുള്ള ഈ മീറ്റിംഗിൽ, മിഷൻ ചലഞ്ച് എന്ന മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. അതിനായിട്ട് ക്രൈസ്തവ എഴുത്തുപുര ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുന്ന പാസ്റ്റർ അജീഷ് ഫ്രം കുവൈറ്റ് പ്രിയ കർത്തദാസനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. നമ്മുടെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ ദൈവത്തെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതവും മനോഹരവുമായ നല്ല രാത്രിവേളയ്ക്കായി തിരുനാമത്തെ അടിയങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവും കർത്താവിന്റെ എടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മനോഹരമായ രാത്രി കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാൻ അവിടുന്ന് നൽകി തന്ന ഈ നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവെ, കഴിഞ്ഞ ചില ദിവസങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കുക ആഗ്രഹം ചെയ്താണ് ഞങ്ങളുടെ മിഷൻ ചലഞ്ചിന്റെ അനുഗ്രഹീതമായ ദിനം കർത്താവ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഞങ്ങൾ ഒരുമിച്ച് അവിടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. സ്തോത്രം കർത്താവ്. ഈ മഹാമാരിയുടെ നടുവിലും ഞങ്ങളെ കർത്താവെ, ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളില് അവിടുന്ന് അത്ഭുതകരമായി, അതിശയകരമായി, ഭയങ്കരമായി ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ കൃപയ്ക്കും ദയയ്ക്കും സ്നേഹത്തിനുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, ഇന്ന് രാത്രിയില് മീറ്റിംഗ് അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവെ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ തന്നെ ഈ മീറ്റിംഗിന്റെ തുടക്കം മുതൽ അവസാനം വരെയും ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് കർത്താവിന്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് രാത്രിയില് ആമേ സ്തോത്രം, ഈ പ്രാർത്ഥന ലീഡ് ഞങ്ങളുടെ ദാസനെ കർത്താവ് ശക്തീകരിക്കുമാറാകണമേ. പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്ന കർത്താവെ, ആമേൻ സ്തോത്രം. പ്രിയ ദൈവജനത്തിനായി സ്തോത്രം. ആമേ, അവരെ ദൈവം അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവ് തിരുവചനം ഘോഷിപ്പാ ഞങ്ങളുടെ മധ്യ വെച്ച് അവിടുത്തെ അഭിഷക്തനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ, ശുശ്രൂഷികൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, ആശീർവദിക്കുമാറാകണമേ. കർത്താവേ, ആമേ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് മീറ്റിംഗ് സംബന്ധിക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഏവരുടെയും ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിന് വിടുതലിനും കാരണമാക്കി തീർക്കണമേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ്, ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ഞങ്ങൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കഴിവെന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നില്ല. അപ്പാ, ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ, വീര്യപ്രവർത്തികൾ നടക്കട്ടെ. കർത്താവ്, ഇന്ന് രാത്രി കൂടി വന്ന ജനത്തിന് വലിയ വിടുതലാക്കി, ആമെ, വലിയ ആത്മീയ സന്തോഷമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ടെക്നിക്ക് യാതൊരു വിധമായ പ്രോബ്ലം ഉണ്ടാകാതെ വണ്ണം സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങൾ ഓരോരുത്തരെ സൂക്ഷിക്കുക, പരിപാലിപ്പിച്ചുമാറാകണമേ. ആദ്യോടെ ദൈവത്തിന് എന്നെ ഭരിച്ചു അനേക മീറ്റിംഗ് സമൂഹത്തിൽ ഇടയാക്കണമേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഒരിക്കൽ കൂടെ കർത്താവ്, ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതൊരു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ അജീഷ്. ദൈവം ദാസനെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നാം നമ്മുടെ മീറ്റിംഗിന്റെ പ്രാരംഭ നിമിഷങ്ങളാണല്ലോ. നാം ദൈവത്തെ പാടി ആരാധിക്കാനുള്ള സമയമാണ്. നമ്മുടെ ക്രൈസ്തവ എഴുത്തുപുര കുവൈറ്റ് ചാപ്റ്റർ നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്യും. നാം സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിൽ തന്നെ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രികാലം കർത്താവിനെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അവരോട് ചേർന്ന് മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥന വർഷിപ്പ് സെഷൻ ലീഡ് ചെയ്യുന്നതിനായി ക്രൈസ്തവ എഴുത്തുപുര കുവൈറ്റ് ടീമിനെ സ്വാഗതം ചെയ്യാണ്. അതിൽ സഹോദരങ്ങളായ അനിൽ ഫിലിപ്പ്, ഷൈജു രാജൻ, പാസ്റ്റർ അജീഷ്, ബിജോയ് പോൾസൺ, ബ്രദർ ലിനോ വർഗീസ് എന്നീ പ്രിയപ്പെട്ടവരാണ് ആ കൊയറിൽ അംഗങ്ങളായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ഏറ്റവും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. Praise the Lord. Hallelujah. Praise Pastor, ഞങ്ങളെ കേൾക്കാമോ? Praise the Lord. Praise Jesus. Pastor, കേൾക്കാമോ? കേൾക്കാം.
Okay. Praise the Lord. Hallelujah. ദൈവനാമത്തിന് മഹത്വം. ക്രൈസ്തവ എഴുത്തുപുര മിഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുന്ന മിഷൻ ചലഞ്ച് മീറ്റിംഗിന്റെ ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിച്ചുവൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ക്രൈസ്തവ എഴുത്തുപുര മീഡിയയിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും പ്രത്യേകാൽ ഇന്നത്തെ മീറ്റിംഗിന്റെ ചീഫ് ഗസ്റ്റായി കടന്നു വന്നിരിക്കുന്നു ഡോക്ടർ PG വർഗീസ് അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി അങ്ങയോട് ഒരുമിച്ച് ഞങ്ങളായിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കോയി ചാപ്റ്ററിന്റെ എല്ലാവിധമാകുന്ന സ്നേഹവന്ദനത്തെയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതേ ദൈവമക്കളെ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യഹൂദേ നിനക്കും ഒരു കൊയ്ത്തു വെച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മാറും ദൈവമക്കളെ. നമ്മുടെ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങളിലൂടെ നാം കടന്നു പോകുന്നു എങ്കിലും ഈ സാഹചര്യങ്ങളെല്ലാം മാറ്റുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ആ ദൈവത്തിന്റെ കൃപ കഴിഞ്ഞ നാളുകളിൽ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ ഇന്നയോളം നടത്തും. നമ്മുടെ ആശ്രയം നമ്മുടെ ദൈവത്തിലാണ്. പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ നമുക്ക് ആശ്രയിപ്പാൻ, നമുക്ക് ചാരുവാൻ നമ്മുടെ ദൈവമല്ലാതെ മറ്റാരുമില്ല. അതെ, പാട്ടുകാരൻ പറയുന്നു, അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനെ, അങ്ങ് മാത്രമാണ് എന്റെ സർവസ്വം. അതെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങളോട് ഒരുമിച്ച് ചേർന്ന് പാടുക. നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും ഞങ്ങളെ കേൾക്കുന്ന ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം, നമ്മുടെ പ്രതികൂലത്തിൽ, പ്രയാസത്തിൽ നമുക്ക് ചാരുവാൻ പ്രാണപ്രിയൻ മറ്റാരുമല്ല, നമ്മുടെ ദൈവം മാത്രം. ആകയാൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാൻ. Thank you, Holy Spirit. Thank you, Jesus. Hallelujah. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങീലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്ന് എന്റെ സർവസ്വം. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങീലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണ് എന്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. എന്നീ മുത്തുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻവചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തേണമേ. സൗണ്ട് കൂട്ടണം, സൗണ്ട്. എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻവചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേ. ആരാധന ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേ
എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയിടേണമേ. ആരാധന അങ്ങേയ്ക്കാരാധന, എൻ യേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, എൻ യേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, എൻ യേശുവേ അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠയായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കേൾക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അച്ഛാ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കും. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠയായിരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഭാഗ്യ പദവികളെ ഓർത്ത് ദൈവത്തെ നന്ദി ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം. അടുത്ത ഒരു പാട്ട് ഇപ്രകാരമാണ്. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു: പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നീടിലും, വീഴുകയില്ല ഞാൻ, പ്രലോഭനം അനവധി വന്നീടിലും, എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് ഒരുമിച്ച് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. Praise the Lord. Hallelujah. എൻ പ്രിയൻ ബാലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ ബാലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനാ. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും, എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാൽ തീരച്ചാലെതിരായി പിന്നിൽ വൻവൈരി പിൻവലിച്ചാൽ. മുൻപിൽ ചെങ്കടലാൽ തീരച്ചാലെതിരായി പിന്നിൽ വൻവൈരി പിൻവലിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാലിയ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാലിയ. പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലോ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ
കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ എരിയും തീച്ചുള എതിരായി ഞാൻ ചന്ദ്രക്കിരേ പോൽ വിട്ടപ്പെട്ട എരിയും തീച്ചുള എതിരായി ഞാൻ ചന്ദ്രക്കിരേ പോൽ വിട്ടപ്പെട്ട എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കൂ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കൂ അവൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ മനവധി വന്നിടിലോ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ സിംഹങ്ങൾ വാമേഹയിൽ ദാനിയേലിനെ പോൽ വീഴ്ത്തപ്പെട്ട എത്തിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലിനെ പോൽ വീഴ്ത്തപ്പെട്ട സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെ കാത്തുകൊള്ളും സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെ കാത്തുകൊള്ളും പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ പ്രലോഭന മനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ മനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും നടത്തിയിടും അന്ത്യം വരെ അന്ത്യം വരെ അന്ത്യം വരെ धन्यवाद परमेश्वर, हम धन्यवाद करते हैं। Praise to the Lord, hallelujah। इस सुंदर रात्रि काल के लिए हम धन्यवाद करते हैं महान परमेश्वर आपकी पवित्र हुजूरी में। Praise the Lord, हम आपके हैं परमेश्वर, hallelujah। सारी की सारी आधर महिमा का योग्य केवल आप ही है। हम धन्यवाद करते हैं अपने हृदय से परमेश्वर। Praise the Lord, आपने हमारे जिंदगी में ये अवसर दिया मिलकर के प्रभु की आराधना, Praise the Lord, प्रभु की स्तुति और करने पाए। हालेलुया, Praise the Lord। हालेलुया। राजाओं का है
महिमा होवे सदा है प्रभु हमारा खुदा यारे पिता तूने हमसे इतना प्यार किया हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया प्यारे पिता तूने हमसे इतना प्यार किया हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया हम गाए हो सना तू राजाओं का हे राजा तेरी महिमा होवे सदा तू है प्रभु हमारा खुदा हम गाए हो तू राजाओं का हे राजा तेरी महिमा होवे सदा तू है प्रभु हमारा खुदा वर्णिचिड़ा वाकु बोराए वर्णिचिड़ा नाम बोराए वर्णिचिड़ा वाकु बोराए वर्णिचिड़ा नाम बोराए आडमार्न स्नेहमे യേശു നൽകി നടത്തിയിടുന്നു അളവില്ലതാരത്തെ നാഥൻ നൽകി മാറി ആഴമാർന്ന സ്നേഹമേ ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു അളവില്ലതാരത്തെ നാഥൻ നൽകി മാറിക്കുന്നു ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു അളവില്ലതാരത്തെ കാലം എത്ര പേര് നന്ദിയോട് ഹൃദയത്തിന് ചേർന്ന് പാടുന്നു കർത്താവേ അങ്ങയുടെ സ്നേഹം അങ്ങയുടെ കൃപ അത് തീർന്നു പോകാതെ എത്ര നാളും മതി വരാത്തത് ആ നന്ദിയോടെ നീ സ്തുതിക്കുമോ പാട്ടുകാരും പാടിയതുപോലെ വർണ്ണിച്ചിടാൻ നാവ് പോരെ കർത്താവേ വർണ്ണിച്ചിടാൻ ഞങ്ങളുടെ വാക്കുകൾ പോരെ കർത്താവേ ഞങ്ങളോട് ചെയ്ത അങ്ങയുടെ കൃപ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ ദയ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ വലിയ വിശ്വസ്തത അതോർത്താൽ ഞങ്ങൾക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല അളവില്ലതാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കും, ദൈവിക ശക്തി അനുഭവിക്കും. നിങ്ങളായിരിക്കുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമോ? ഹല്ലേലൂയ! വലിയവനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് സെഷൻ ലീഡ് ചെയ്യുവാൻ തക്കോണം ക്രൈസ്തവ എഴുത്തുപുര കുവൈറ്റ് ചാപ്റ്ററിനെ ദൈവം ശക്തീകരിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ 10-15 മിനിറ്റ് സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
വിവിധ ഭാഷകളിൽ ദൈവത്തെ പാടി ആരാധിപ്പാൻ ദൈവം നൽകിയ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്ക് നമുക്ക് ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പിന്നെയും തുടർന്ന് സഹായിക്കേണ്ടതിനായിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുമ്പോൾ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ക്രൈസ്തവ എഴുത്തുവരെ പറ്റി ഒന്ന് ഇന്നത്തെ മിഷൻ എന്ന ബന്ധത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രൈസ്തവ എഴുത്തുപുര ഇന്റർനാഷണൽ എന്ന് പറയുന്ന മിനിസ്ട്രി നമുക്ക് ഏവർക്കും അറിയാം, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വ്യാപിച്ച് ഇന്ന് കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആത്മീയമായും ഭൗതികമായും സാമൂഹികപരമായ വിവിധ തലങ്ങളിൽ ദൈവം തങ്ങൾക്ക് നൽകുന്ന പ്രേരണയ്ക്കനുസരിച്ച് ദൈവം തരുന്ന താലന്തുകളെ ദൈവനാമ മഹത്വത്തിനായിട്ട് അനേകർക്ക് ആശ്വാസമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് പ്രസ്ഥാനമാണ് ക്രൈസ്തവ എഴുത്തുപുര എന്ന് പറയുന്നത്. ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് മിഷൻ ചലഞ്ച് എന്ന ഒരു പ്രത്യേക ദൈവം നൽകിയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, ക്രൈസ്തവ എഴുത്തുപുരയ്ക്ക് വിവിധങ്ങളായ പ്രവർത്തന മേഖലകളുണ്ട്. അതിന്റെ ഒരു വിഭാഗമാണ് മിഷൻ ഡിപ്പാർട്ട്മെന്റ്. 2017 മിഷൻ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുവാൻ സാധിച്ചു. ഇപ്പോൾ ബ്രദർ ജോൺസൺ പെടിക്കാട്ടിൽ ദുബൈയിലായിരിക്കും കർത്തദാസൻ മിഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഈ മിഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവാഞ്ചലിസം ആൻഡ് അപ്പർ റൂം എന്ന രണ്ട് വിഭാഗങ്ങളായി കോർത്തിണക്കിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായി അസോസിയേറ്റ് ഡയറക്ടറായി പാസ്റ്റർ പ്രമോദ് സെബാസ്റ്റ്യൻ ബീഹാറിൽ നിന്നും, ഇവിടെ കുഞ്ഞുമോൻ എന്ന് പറയുന്നത് ഞാനും അജീഷ് കുളമാവ് കുവൈറ്റിലും പ്രവർത്തനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പർ റൂമിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ സിസ്റ്റർ ഷോളി വർഗീസും കേരളയിൽ നിന്ന്, സിസ്റ്റർ വിൽസി മേരി ജോർജ് ഖത്തറിൽ നിന്നും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. ഈ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ പ്രവർത്തനങ്ങളെ എങ്ങനെ വിപുലമാക്കാം എന്ന് ചിന്തിച്ചപ്പോൾ മിഷൻ തീർച്ചയായിട്ടും മിഷൻ പ്രവർത്തനമാണല്ലോ, അപ്പോൾ മിഷൻ പ്രവർത്തനത്തെ എങ്ങനെ ഏറ്റവും ഫലവത്തായി ചെയ്യാൻ സാധിക്കും എന്നുള്ള വിഷയങ്ങളെ പറ്റി പഠിക്കുവാനും അതിനെപ്പറ്റി അറിയുവാനും ഒക്കെയുള്ള താല്പര്യ ഹൃദയത്തിൽ ഉണ്ടായതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മളൊരു മിഷൻ ചലഞ്ചായിട്ട് ഇന്നിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനത്തോട് ചേർന്ന് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, കർത്താവിന്റെ സാന്നിധ്യം കൃപയും നമ്മുടെ മേൽ പകരുവാൻ ദൈവജനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരുടെ മധ്യയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, എ ഗ്രേറ്റ് കമ്മീഷൻ. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു കൽപ്പന, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. നമ്മെ ഈ ദൗത്യത്തിനായിട്ട് കർത്താവ് ഈ വരും ദിവസങ്ങളിൽ ശക്തീകരിപ്പാൻ വേണ്ട കൃപജ്ഞാനവും, നമ്മുടെ സബ്ജക്ട് തന്നെ മിഷൻ ചലഞ്ച് എന്നാണ്. ഇന്ന് മിഷൻ ചലഞ്ചിന് സാധ്യതകളും അതോടൊപ്പം വെല്ലുവിളികളും ഏറ്റവും നിറഞ്ഞിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുന്ന പൂർണ്ണമായി വിശ്വസിക്കുന്നു. അടുത്ത ചില നിമിഷങ്ങൾ ഇന്ന് മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും വന്ന നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യേണ്ടതിനായിട്ട് ക്രൈസ്തവ എഴുത്തുപുര ഡൽഹി ചാപ്റ്ററിന്റെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സുഗു തോമസിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്ത ചില നിമിഷങ്ങൾ സ്വാഗതം ആശംസിക്കാനായിട്ട്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യനായ അധ്യക്ഷൻ ബ്രദർ കുഞ്ഞുമോൻ പാപ്പച്ചൻ അവർകൾ, ബഹുമാന്യനായ PG അങ്കിൾ, ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ബഹുമാന്യനായ ബ്രദർ ആഷേർ മാത്യു, ബ്രദർ എമിൻ അലക്സ്, എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രവർത്തന മേഖലകളെ പറ്റി അധ്യക്ഷൻ വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. ഞാൻ ഒട്ടും തന്നെ സമയം പാഴാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മീറ്റിംഗിലെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്ന പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നാം കാത്തിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ PG അങ്കിളാണ്. PG അങ്കിളിനെ പറ്റി ഞാൻ രണ്ട് വാക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കേവലം ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിച്ചു കൊടുക്കുന്ന, ദൈവഹിതത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയെ ദൈവത്തിന് എപ്രകാരം ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു ജീവിക്കുന്ന സാക്ഷിയാണ് PG അങ്കിൾ. അദ്ദേഹം ഒരിക്കലും ഒരു മിഷണറിയായിട്ട് വടക്കേ ഇന്ത്യയിൽ കടന്നുപോയ വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കമായി പട്ടാള സേവനത്തിന്റെ ഭാഗമായി
ഏറ്റവും പ്രതികൂലം നിറഞ്ഞതായ കാശ്മീരിലേക്ക് തന്റെ സ്വന്തം സ്ഥലമായ ഡൽഹിയിൽ നിന്ന് കൊല്ലത്ത് നിന്ന് യാത്രയായി. അവിടെ അദ്ദേഹത്തിന്റെ ജോലിയോടനുബന്ധിച്ചുള്ളതായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃശ്യമായിട്ട് പാകിസ്ഥാനിലുള്ളതായ ഒരു ജോർഡാൻ ഖാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹവും ബഹുമാനിയായ ലില്ലിയാനിയും ചേർന്ന് ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ആ ദിവസം അന്ന് രാത്രിയിൽ അദ്ദേഹത്തോട് ദൈവാത്മാവ് ഇടപെട്ടു. തിരിച്ചുള്ളത് അദ്ദേഹത്തിന്റെ പട്ടാള വണ്ടിയിലുള്ള താമസ സ്ഥലത്തേക്കുള്ള യാത്രക്കിടയിൽ ദൈവാത്മാവ് അദ്ദേഹത്തോട് ഇടപെടുകയും അങ്ങനെ ആ യാത്രക്കിടയിൽ ആ വാഹനത്തിൽ വെച്ച് കർത്താവിനെ അദ്ദേഹം സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ സ്ഥലത്തിന്റെ സമീപത്തുള്ള കട്ര എന്ന് പറയുന്ന സ്ഥലത്ത്, ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രസിദ്ധമായ കട്ര എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം 2 പേരോട് കൂടി തുടങ്ങിയ വലിയൊരു പ്രസ്ഥാനം ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമായി മാറുവാനും നമ്മളുടെ രാജ്യമായ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് മഹാരാഷ്ട്ര മുതൽ കിഴക്കേ അറ്റത്ത് അരുണാചലിനപ്പുറമായി ഭൂട്ടാനും നേപ്പാളിലുമായി പടർന്ന് വടക്ക് ജമ്മുവിൽ നിന്നും തെക്ക് നമ്മുടെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഉള്ളതായ ലത്തൂറിലും അതുപോലെ തന്നെ നിസാമാബാദിലേക്കും പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ട് ഏകദേശം അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ ഏകദേശം 12,000-ഓളം സഭകളെ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് ദൈവം ഭാഗ്യമൊരുക്കി. ഇന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ ഏകദേശം 3,500-ലധികം ദൈവദാസന്മാരും കുടുംബങ്ങളും ഈ ടീമിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, താൻ ഒരു മിഷണറിയായി വടക്കേന്ത്യയിൽ ചെന്നതല്ല, കേവലം ഒരു ഔദ്യോഗിക ജീവിതത്തിനായി ചെന്ന് ദൈവത്തിന്റെ വിളിക്ക് മുന്നിൽ താൻ തലകുനിച്ചു കൊടുത്തപ്പോൾ തന്നെ ഒരു രാജ്യത്തെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഒരു ഇൻഡിജിനസ് മിഷണറി ഓർഗനൈസേഷൻ ഒരു തലവനായി മാറുവാനും അങ്ങനെ അനേക ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നേടുവാനും കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിച്ചു. നമ്മളുടെ ഈ മിഷണറി ചലഞ്ച് സീരീസ് ഓഫ് പ്രസംഗത്തിൽ നമ്മൾക്ക് അദ്ദേഹത്തെ ലഭിച്ചത് ഏറ്റവും വളരെ അനുഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ ടീമിനെ പറയുകയാണെങ്കിൽ അത് കേവലം ഒരു സുവിശേഷ സംഘടന മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധങ്ങളായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇന്നും അവർ വലിയ സംഭാവനകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഗ്രാമങ്ങളിൽ, വടക്കേന്ത്യയിലെ ഗ്രാമങ്ങളിൽ കുടിവെള്ളങ്ങൾ, സ്കൂളുകൾ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് അനേക സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഈ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം എന്ന് പറയുന്ന പ്രസ്ഥാനവും അതുപോലെ ബേർഷബ ചർച്ച് കോഡ് എന്ന് പറയുന്ന അവരുടെ സഭാ പ്രസ്ഥാനവും പ്രവർത്തിച്ചുകൊണ്ട് വലിയൊരു മാറ്റം വടക്കേന്ത്യൻ ഗ്രാമങ്ങൾ ചെയ്തെടുക്കുവാൻ അങ്കിളിനെയും അങ്കിളിന്റെ കൂടെയുള്ളതായ ദേവദാസന്മാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്കിളിനെ ഇന്ന് നമ്മളുടെ മീറ്റിംഗിൽ ഈ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുവാൻ, അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ ഭാഗങ്ങളായി തീരുവാൻ, ദർശനങ്ങൾ നമ്മോട് ഷെയർ ചെയ്യുവാൻ നമുക്ക് ലഭിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു അനുഗ്രഹമാണ്. എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിപ്പാനും അദ്ദേഹത്തോട് അനേക നിമിഷങ്ങൾ ചെലവഴിക്കുവാനുള്ളത് ഒരു വലിയൊരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നമ്മളുടെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മളുടെ ക്രൈസ്തവ എഴുത്തുകാരുടെ ഇന്റർനാഷണൽ പ്രസിഡന്റായ ആഷിർ മാത്യു നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി എബിൻ അലക്സ് ഉണ്ട്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജോൺസൺ ബഡിക്കാട്ടിൽ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ മാനേജ്മെന്റ് കമ്മിറ്റിയിലുള്ള വിവിധ ദൈവദാസന്മാർ നമ്മളോട് ഈ മീറ്റിംഗിൽ പങ്കുചേർന്നിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി, വിവിധ രാഷ്ട്രങ്ങളായി, വിവിധ ടൈം സോണിൽ ഇരുന്നുകൊണ്ട് ഈ മീറ്റിംഗ് ഓൺലൈനിലും ഓഫ്ലൈനിലുമായി കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും കുവൈറ്റിലുള്ളതായ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഏറ്റവും നന്നായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്ത അഡ്വക്കേറ്റ് സുഹു തോമസിനോടുള്ള പ്രത്യേക നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം ദാസനെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാഗത പ്രസംഗത്തിൽ കൂടെ നാം ശ്രമിച്ച അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ പി ജി വർഗീസ് അങ്കിളിനെ പറ്റി നമ്മൾ സവിസ്തരമല്ല എങ്കിൽ തന്നെ വളരെ ആഴത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കത്തക്ക രീതിയിൽ പ്രസ്താവനകൾ നടത്തിയ ദേവദാസനെ ഓർത്ത് സ്തുതിക്കുന്നു. അടുത്ത ചില നിമിഷങ്ങൾ തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് സിസ്റ്റർ ഷോളി വർഗീസ് അവറുകളാണ്. നമ്മുടെ അപ്പർ റൂമിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ കർത്തവാസിയെ നമ്മുടെ പ്രാർത്ഥനാ സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല കർത്താവേ, നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഈ സമയം വരെ നീ ഞങ്ങളെ ജയത്തോടെ നടത്തിയ ദൈവകൃപയ്ക്കായി നന്ദി. ചില ദിവസങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചാഗ്രഹിച്ചതുപോലെ കർത്താവേ, വിഷയം ചലഞ്ച് മീറ്റിംഗിനായി ഞങ്ങൾ ഒന്നിച്ചു കടന്നു വരുന്നു.
അങ്ങയുടെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യേ അയക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി. നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് തിരുവചനം പറയുമ്പോൾ ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവകൃപയോടെ നിലനിർത്തിയ ദൈവസ്നേഹത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന നന്ദിയോടെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന ദൈവം ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്ര. അതിനായി തന്റെ ജനത്തെ ദൈവം ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി നന്ദി. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ഇന്ന് ഞങ്ങളോട് ദൈവവചനമാമേ പങ്കുവെക്കുവാൻ ഞങ്ങളുടെ മധ്യേ ദൈവത്താൽ അയക്കപ്പെട്ട ഞങ്ങളുടെ ശ്രേഷ്ഠ അഭിഷിക്തനായി നന്ദി. ഇന്ന് രാത്രി കാലം ഞങ്ങൾ കേൾക്കുന്നതായ ദൈവശബ്ദം വാസ്തവമായി കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ വീണ്ടും കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ ഞങ്ങളായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സാന്നിധ്യം ദൈവം കൽപ്പിക്കണം കർത്താവെ. ഞങ്ങളാകുന്ന മൺകൂടാരമേറിയ ശുദ്ധീകരണത്തോടെ സ്വർഗീയ അഭിഷേകത്തിന്റെ നിറവിൽ ഹല്ലേലൂയ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായി, ദൈവിക വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി, ദൈവശക്തിയുടെ പ്രദർശനശാലയായി ആത്മീയ ഫലങ്ങളുടെ ആഴങ്ങൾ ആമേൻ കൊടുക്കുന്നവരായി ഈ കാലഘട്ടങ്ങളിൽ ദൈവമേ ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ ദൈവത്തിന്റെ നാവായി ഇന്നു രാത്രി ഞങ്ങളോട് സംസാരിക്കുമോ കർത്താവേ. ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളുടെയും ഹൃദയങ്ങളെ ദൈവം തുറക്കണമേ. വാസ്തവമായി കർത്താവേ ഈ മീറ്റിംഗ് മുഖാന്തര ഒരു വലിയ അനുഗ്രഹം വെളിപ്പെടുവാന്, ഒരു വലിയ ആത്മീയ സമ്പന്നത വെളിപ്പെടുവാന്, ആരും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാനല്ല, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി, ദൈവശക്തിയുടെ ആഴം ധരിക്കുന്നവരായി, സകല പ്രതികൂലങ്ങളെയും ഓവർകം ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്നവരായി, കർത്താവിന്റെ സമ്പൂർണ്ണ ഹിതത്തിൽ ഞങ്ങളായി തീരുവാൻ അപ്പാതെ ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേല സ്ഥലങ്ങളാമേൽ ഒരുക്കപ്പെട്ട് കിടക്കുന്നു കർത്താവേ. ഇന്നു രാത്രി കാലം ജീവനഹന്ത നേരങ്ങൾ ചില ജീവിതങ്ങളെ ദൈവം ഒരുക്കിയെടുക്കണമേ. കർത്താവിന്റെ വേലക്കാരെ ഒന്നുകൂടി ദൈവം ശക്തീകരിക്കണമേ. തീരുമാനത്തിനായി ഒരുക്കപ്പെടുന്നവരെ കർത്താവ് ഒരു കൂട്ടം അഭിഷിക്ത ഗണത്തെ ദൈവം ഒരുക്കി തരണമേ. അങ്ങയുടെ വേല കർത്താവെ ശക്തമായി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഒന്നിച്ചൊരുക്കിയെടുക്കണമേ. ഒരിക്കൽ കൂടി അങ്ങയുടെ അഭിഷിക്തരെ ദൈവഗണങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ശക്തിയോടെ ബലത്തോടെ ദൈവകൃപയോടെ കർത്താവ് നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. പ്രാർത്ഥനയാതിര കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും കൈകളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ ഇന്റർസെഷണറി പ്രയർ ലീഡ് ചെയ്ത സിസ്റ്റർ ഷോളി വർഗീസ് അവരുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്ത നിമിഷങ്ങൾ നാം കർത്തൃത്വത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളും തന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ കൂടെ നാം ശ്രമിക്കാൻ പോകുകയാണ്. നേരത്തെ പ്രസ്താവിച്ചതുപോലെ ക്രൈസ്തവ എഴുത്തുപുരയുടെ ഇന്റർനാഷണലിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബ്രദർ ആഷിർ മാത്യു, ജനറൽ സെക്രട്ടറി എബിൻ അലക്സ് പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുവല്ലോ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ദൈവിക ശുശ്രൂഷയ്ക്കായി കർത്തൃത്വൻ ഡോക്ടർ PG വർഗീസ് ഞാൻ ഹൃദയപൂർവ്വം ക്രൈസ്തവ എഴുത്തുപുര മിഷൻ ഡിപ്പാർട്ട്മെന്റ് അപ്പറോമിന്റെയും പേരിൽ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വാഞ്ചയോടെ ദൈവസ്ഥയിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതുപോലൊരു വലിയ സുവർണാവസരം നിങ്ങൾ എനിക്ക് തന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ക്ഷണിച്ച ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്റെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഫലിതം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നത്. ഫലിതം പറയരുതെന്ന് തീരുമാനമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണും.
എന്നോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരിടത്തൊരു വലിയ പാട്ട് കച്ചേരി നടക്കുകയാണ്. അപ്പൊ പാട്ട് പാടിയ ഭാഗവതർ പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 6 ബൊക്കെ കിട്ടി. ബൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അല്ലെ? ഇന്നത്തെ കാലത്ത് ബൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പൂച്ചെണ്ട് കിട്ടി. അയാളങ്ങ് ദേഷ്യപ്പെട്ടു. 6 ഉള്ളൂ. അയാളെന്ന് പറഞ്ഞാൽ 6 എണ്ണം കിട്ടിയില്ല. അങ്ങനല്ല, ഞാൻ 15 പേർക്ക് ബൊക്കെ കൊടുക്കുമായിരുന്നു എനിക്ക് എത്തിച്ചു തരാനായിട്ട്. പക്ഷെ 6 എണ്ണേ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളവർ കൊടുത്തില്ല. ഇപ്പൊ സുഖബ്രദറിനോടും എനിക്കൊരു പരാതിയുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞില്ലല്ലോ, കുറച്ചേ പറഞ്ഞുള്ളല്ലോ. അതൊരു ഫലിതമായിട്ട് കണക്കാക്കിയാൽ മതി. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. സുഖബ്രദറിന്റെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പഴയ ഒരു ജോബ്. ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കാണുന്നു, അങ്ങോട്ട് കാണാൻ പോയതാ. അതാണെന്ന് ഉറപ്പ് പറയുന്നു, അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആണെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ലിസ്റ്റ്, അല്ലെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ലിസ്റ്റ്. ഇത് 3-ാം നൂറ്റാണ്ടിലെയാണ്, 5-ാം നൂറ്റാണ്ടിലെയാണെന്നൊക്കെ പറയുന്നവരുടെ കണക്ക് അല്ല, ഇത് ഒറിജിനലാണ്. ഏതായിരുന്നാലും ശരി, യേശുക്രിസ്തുവിന്റെ വസ്ത്രം അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടു. ആരെ കണ്ടു? 2 ശിഷ്യന്മാര് കണ്ടു, പത്രോസും യോഹന്നാനും. വേദപുസ്തകം പറയുന്നു അവർ കണ്ടിട്ട് അവർ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതാണെന്ന് പറയുന്ന, തെളിയിക്കുന്ന തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നു, ആ വസ്ത്രത്തിലുണ്ടായിരുന്നു. എന്റെ വിഷയം അതല്ല. ഉറപ്പായോ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു? മറിയ പറഞ്ഞതുപോലെ അവന്റെ ശരീരം ആരും മോഷ്ടിച്ചു കൊണ്ടുപോയതല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. എന്നിട്ട് അവർ മടങ്ങി. ഏറ്റവും ദുഃഖസമ്പൂർണമായ ഒരു വാക്യം. എന്താ കാര്യം? 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പുറത്ത് മാറി മറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കും. ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അവിടെ ആയിരിക്കും തന്നെ 3, 4, 5 പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കാനായി. ഞാൻ അവിടെ എന്നെ കൊണ്ടുപോയിട്ടുള്ള ടൂറിസ്റ്റ് ഗൈഡുമാരുടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പത്രോസ് യോഹന്നാനും ഇവിടുന്ന് ഇറങ്ങി വന്നു, മറിയ എവിടെ ആയിരിക്കും? അവർ പറഞ്ഞ് കൂടിപ്പോയാൽ എവിടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ ഒരു 200 മീറ്റർ അപ്പുറത്ത്. അവളവിടെ കരഞ്ഞുകൊണ്ട് നിന്നിട്ട്, അവൾ എന്തിനാ കരയുന്നു? കർത്താവിന്റെ ശരീരം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. പക്ഷേ അവളെ ആശ്വസിപ്പിക്കാൻ ഇവർക്ക് 2 പേർക്കും മനസ്സ് വന്നില്ല. 200 മീറ്റർ അപ്പുറത്ത് പോയി, എന്റെ പെങ്കൊച്ച, എന്റെ പെങ്ങളെ, എന്റെ സിസ്റ്ററെ, സഹോദരി, കരയണ്ട. നീ വിചാരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ശരീരം ആരും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവരുടെ പക്കൽ സുവാർത്ത ഉണ്ടായിരുന്നു, ആവശ്യക്കാരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷെ അവളോട് ആരും സുവിശേഷം പറയുവാൻ ധൈര്യം കാണിച്ചില്ല, അനുകമ്പ കാണിച്ചില്ല, കരുണ കാണിച്ചില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ പഠിത്തം കുറച്ചുള്ള ഒരു മനുഷ്യനാണ്. 10-ാം ക്ലാസ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. നിങ്ങളിൽ മിക്കവാറും എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ പഠിത്തം. നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശാലമായി അതിനെപ്പറ്റി പറയാം. അനുകമ്പയില്ലാത്തവർക്ക്, ക്രൂര ഹൃദയം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ സ്ഥിതിയോ? അന്ന് അവിടെ കരയുന്ന ഒരു മറിയ 200 മീറ്റർ അപ്പുറത്തുണ്ടായിരുന്നു. അവർ 2 പേരും യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നിട്ടും തലച്ചോറിൽ ഉണ്ടായിരുന്നിട്ടും അത് പറയുവാൻ മെനക്കെട്ടില്ല. They did not have the compassion to go and tell to a needy person, a crying woman. നമ്മളോ? നമ്മുടെ വീടിന് അടുത്ത ഫ്ലാറ്റ് ഒരു കുഞ്ഞിരാമനുണ്ടോ? ഒരു അന്ത്രയോസ് ഉണ്ടോ? ഒരു നാരായണൻകുട്ടിയുണ്ടോ? ഒരു മുഹമ്മദ് കോയുണ്ടോ? അവർ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കാം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കാം, ഭാര്യ അടിക്കുന്ന വ്യക്തിയായിരിക്കാം, ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. അവരോട് യേശുവിനെ പറ്റി പറയുവാൻ നാം മെനക്കെട്ടിട്ടുണ്ടോ? നിങ്ങൾ താമസിക്കുന്ന, പലരും താമസിക്കുന്ന സ്ഥലത്ത് സുവിശേഷം പറയാനുള്ള അനുവാദമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും പറയാം, ആരോടും പറയാം. എന്താ ഒരു ഉദാഹരണം? എന്റെ നേരെ അപ്പുറത്താണ്, ഞാൻ ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ വർത്തമാനം പറയുന്നത്. 15-ാമത്തെ നിലയാണ്. 15-ാമത്തെ നിലയിൽ താമസിക്കാൻ ഒരു കാരണമുണ്ട്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ, കർത്താവായ യേശു 2ാമതും വരുമ്പോൾ എനിക്ക് എളുപ്പം കയറിപ്പോ 15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വരുത്തുള്ളൂ. എന്റെ നേരെ അപ്പുറത്ത് കാശ്മീരി ബ്രാഹ്മണൻ. സാധാരണ ബ്രാഹ്മണനേക്കാൾ കൂടുതലായിട്ട് അവർ കണക്കാക്കുന്നത് യഥാർത്ഥ പ്യുവർ ഹോട്ട് ബ്ലഡഡ് ആര്യൻസ്.
അതിന് നേരെ അപ്പുറത്ത് ഒരു നായർ കുടുംബമാണ്, മലയാളികളല്ല. ഈ 264 ഫ്ലാറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി, ഞാൻ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനി. പക്ഷേ അവരോട് യേശുവിനെ പറ്റി ആര് പറയും? വിളിഗ്രാം വരണമോ, ദിനകരൻ വരണമോ, ബെനിഹിൻ വരണമോ, ആര് പറയണം? ഞാൻ പറയണം. ഞാൻ പറയാറുണ്ട്. എന്താ ക്രിസ്തുവിന് പറയാനുണ്ട്? ഞാൻ പട്ടാളത്തിൽ വെച്ചാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒക്ടോബർ മാസം 1-ാം തീയതി, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയപ്പോഴത്തേക്ക് ഒരു വിചാരം, എടാ എന്റെ പട്ടാളക്കാർക്ക് എല്ലാവർക്കും ഞാൻ ട്രാക്ട് കൊടുക്കും. പട്ടാളക്കാരെങ്കിലും എന്റെ ശബ്ദം കളിക്കുന്നുണ്ടെങ്കിൽ പറയും ചുമ്മാ അത് പറയാ. പട്ടാളത്തിൽ ട്രാക്ട് കൊടുത്താൽ ഭ്രാന്താശുപത്രിയിൽ പറഞ്ഞു. ഞാൻ കള്ളം പറയത്തില്ല, ഞാൻ ട്രാക്ട് കൊടുക്കും. പക്ഷെ ഒരാഗ്രഹം, ഈ ഓഫീസേഴ്സിന് അങ്ങനെ ട്രാക്ട് കൊടുക്കാനൊക്കെ ഞാൻ എളുപ്പം ഡൽഹിക്ക് എഴുതിയിട്ട് ആൾ ഇന്ത്യ പ്രയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പ്, ആൾ ഇന്ത്യ APF, ആൾ ഇന്ത്യ പ്രയർ ഫെലോഷിപ്പ്, അവർക്ക് എഴുതിയിട്ട് 10 പുതിയ നിയമം ഞാൻ വരുത്തി. അന്നൊരു പുതിയ നിയമത്തിന് 25 പൈസയാണ്. സുന്ദരമായ എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നെന്ന് വളരെ സരളമായിട്ട് വാക്യത്തിനകത്തൂടെ കാണിക്കുന്ന, എനിക്ക് ഇന്നും വളരെ ഇഷ്ടമാണത്. ആ പുതിയ നിയമം വരുത്തി. ഒരെണ്ണത്തിന് 25 പൈസയായി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 2 രൂപയാണ് 1 കിലോ 1 ലിറ്റർ പാല്. ആ കാലത്ത് 2.5 രൂപ കൊടുത്തിട്ട്, എന്റെ ശമ്പളം വളരെ കുറവാണ്, ഞാൻ വെറും പട്ടാളക്കാരനാണ്. ഞാൻ ഈ 10 പുതിയ നിയമം വരുത്തിയിട്ട് 10-നകത്ത് 1-ാമത്തെ പേജിൽ എഴുതി ബ്ലസ്സഡ് ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് കൊടുത്തു. 10 ഓഫീസേഴ്സിന് കൊടുത്തു. കേണൽ തൊട്ട് സെക്കൻഡ് ലെഫ്റ്റനന്റ് വരെ, താഴെ മുതൽ മേളി വരെ കൊടുത്തു. ക്രിസ്മസ് കൊടുത്താൽ ആരെങ്കിലും മുണങ്ങാറുണ്ട്? ക്രിസ്മസ് നൽകി കൊടുത്തത് അത് മാറ്റാൻ പുറത്താണോ? അല്ല. ഒറ്റ മലയാളിയില്ല, ഒരൊറ്റ ക്രിസ്ത്യാനിയില്ല. ഒരു യഹൂദനുണ്ട്, പൂനാക്കാരനൊരു യഹൂദൻ, എന്താ പേര്? ഒലിവർ ജൂഡ്. ഇപ്പൊ പേര് ഇപ്പോഴും ഓർമ്മയാണ്. ഒരു മുസ്ലിം ഉണ്ട്, ഖുറൈഷി, ശ്രീനഗറുകാരനൊരു ഖുറൈഷി. പിന്നെ സർദാർമാർ, ഹിന്ദുക്കൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമുക്കും വേണമെങ്കിൽ കൊടുക്കാം. അവരുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് ഒരു പാർട്ടി നടത്തുവാണെങ്കിൽ കൊടുക്കാം. അവരുടെ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഒരു നല്ല ക്രിസ്ത്യൻ ബുക്ക് വാങ്ങിച്ചു കൊടുക്കാം. നമുക്കും പറയാനുണ്ട്. ഒരു കരയുന്ന ആവശ്യക്കാരിയായ ഒരു മറിയം, ആവശ്യക്കാരനായ ഒരു അന്ത്രയോസ്, ആവശ്യക്കാരനായ ഒരു മുഹമ്മദ് കോയ, ആവശ്യക്കാരനായ ഒരു കൃഷ്ണൻകുട്ടി അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടോ? നാം അവരോട്, എന്റെ ചില ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് വർഗീസ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജോലി ആരംഭിച്ചത്? ദൈവവിളി ഉണ്ടാക്കാണോ? അല്ല. ഞാൻ ഇന്ന് വരെ ദൈവവിളി കേട്ടിട്ടില്ല. സത്യം പറയുക, ആരോടും പറയരുത്. ഞാൻ ഇന്ന് വരെ ദൈവവിളി കേട്ടിട്ടില്ല. PG വർഗീസ് എന്തോ ജോലി രാജിവെക്കാൻ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ജോലി രാജിവെച്ചത്? എന്റെ പാസ്റ്റർ CSI-കാരനാണ്, ബന്ധിക്കോസുകാരൻ. നമ്മളെ പാസ്റ്റർ ഒന്ന് കേട്ടിട്ടുള്ള വിചാരിക്കും ബന്ധിക്കോസുകാരൻ, CSI-കാരൻ, വിശ്വാസി, ഓടയിലൊന്നും അല്ല, പ്രാർത്ഥിച്ചയച്ചെന്നുള്ള തിരുവനന്തപുരത്തുള്ള കുറച്ചു പേര് പ്രാർത്ഥിച്ചയച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു കഥ പറഞ്ഞു, ഒരു സംഭവ കഥ പറഞ്ഞു. D.L. മൂഡി എന്ന് പറയുന്ന ഒരു സാഹിബ്, എഴുത്തുകാരനാണ്, ഇംഗ്ലണ്ടുകാരനാണ്. ഒരേ സമയം ഇംഗ്ലണ്ടും അമേരിക്കയും ഒന്നിച്ച് കയ്യിലിട്ട് അമ്മാനമാടിയ മനുഷ്യൻ. അദ്ദേഹം ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും സുവിശേഷം, ആരുടെ ഇരുന്നാലും സുവിശേഷം ഒരു വലുതൊക്കെയാണ്. ഒരു ദിവസം ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് ചോദിച്ചു, ആർ യു ബോൺ അഗെയിൻ? രക്ഷിക്കപ്പെട്ടാണോ? അയാൾ പറഞ്ഞു, നീ എന്റെ പണി നോക്കണമല്ലോ. പറഞ്ഞു, അതാ എന്റെ പണി, അതുകൊണ്ടാ ചോദിക്കുന്നത്. സകലരോടും സുവിശേഷം പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിടത്തും രാവിലെ മീറ്റിംഗ് നടത്തി, രണ്ടാമതൊരു മീറ്റിംഗ് നടത്തി, മൂന്നാമതൊരു മീറ്റിംഗ് നടത്തി തളർന്നു. പിന്നെ ആളുകൾ ഒറ്റയ്ക്ക് സുവിശേഷം പറയും. തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരം, മുറിയിലോട്ട് പോകാൻ നേരം, എവിടെയോ ലോഡ്ജിൽ താമസിക്കുകയാണ് അദ്ദേഹം. ഷിക്കാഗോയിലാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിൽ പോയിരിക്കുകയാണ്. ആ 2 രാജ്യം ഇങ്ങനെ മാറി നടക്കുന്ന മനുഷ്യനാണ്. അങ്ങോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് വിഷം, ആഹാരം കഴിക്കാൻ. ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞു വെച്ചാൽ ആഹാരം ഓർഡർ ചെയ്തു. അപ്പോൾ വെയിറ്റർ വന്നു. വെയിറ്ററുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടതല്ല. തടിച്ച പൂമെന്ന ചുണ്ടുകൾ, സിഗരറ്റിന്റെ പുക, ചുണ്ടിലൊക്കെ ഉണ്ട്, കണ്ണിനകത്ത് നിരാശ, മദ്യപാനിയാണെന്ന് കണ്ണ് കാണുമ്പോൾ മനസ്സിലായി. ദൈവത്തിന്റെ ആത്മാർത്ഥത്തിന് പറഞ്ഞു, അടുക്ക സുവിശേഷം പറഞ്ഞു, അത് ഞാൻ ഇന്ന് എത്താളാണ്, ഇന്ന് വയ്യ. ഞാൻ എത്ര പ്രാവശ്യം പ്രസംഗിച്ചെന്നറിയാം. അങ്ങ് എല്ലാ സ്ഥലം ഞാൻ ഇന്നങ്ങ് മുറിയിൽ പോയി. അയാൾ ഓർഡർ എടുത്തു, ആഹാരം കൊണ്ടുവച്ചപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ആ മനുഷ്യൻ ഇന്ന് മരിച്ചാൽ നരകത്തിലേക്ക് പോകും. സുവിശേഷം പറയാം, കർത്താവ് ഇന്ന് വയ്യ, ഞാൻ നാളെ വരാം. അയാളുടെ സുവിശേഷം പറയും.
ആഹാരം കഴിച്ചു. അയാൾ ബില്ല് കൊണ്ടുവന്നപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു സുവിശേഷം പറയുക. പറഞ്ഞ് കർത്താവെ വയ്യ, ഇന്ന് വയ്യ, നാളെ കർത്താവെ എന്ന് ക്ഷമിക്കാൻ കേട്ടോ. പേയ്മെന്റ് ചെയ്തു. അദ്ദേഹം അങ്ങോട്ട് പോയി. പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന് പറഞ്ഞു തിരികെ പോവുക. ആ മനുഷ്യൻ ഇന്ന് മരിച്ചാൽ നരകത്തിലേക്ക് പോകും. അയാൾക്ക് പോയി സുവിശേഷം പറയുക. കർത്താവെ ഇന്ന് വയ്യ, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ വരാം, ഞാൻ പ്രോമിസ് ചെയ്യാം, ഇന്ന് എനിക്ക് വയ്യ. അദ്ദേഹം മുറിയിലെത്തി. തന്റെ അന്നത്തെ കാലത്ത് എല്ലാവർക്കും തൊപ്പിയുണ്ട്. തൊപ്പി അവിടെ വെച്ചു, കോട്ട് ഊരിയിട്ടു, പൈജാമായും വിട്ടിധരിക്കുന്ന ഉടുപ്പും ഇട്ടു. കിടക്കൽ വിട്ട് പോകുന്നതിന് മുമ്പ് കട്ടിലിന്റെ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ആ മനുഷ്യൻ ഇന്ന് മരിച്ചാൽ നരകത്തിലേക്ക് പോകും, മടങ്ങി പോവുക. കർത്താവെ വയ്യ, നാളെ രാവിലെ ഞാൻ അതിരാവിലെ പോകും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, അവിടുന്ന് ആഹാരം കഴിക്കാൻ. കടന്നു പറഞ്ഞു. നേരം വെളുത്ത് കഴിഞ്ഞ അദ്ദേഹം വാക്ക് പാലിക്കാനായിട്ട് ഡ്രസ് ചെയ്തു, തൊപ്പിയെടുത്ത് വെച്ചു. നേരെ ആ റെസ്റ്റോറൻറ്റിൽ ഒന്ന് വെച്ച് പറഞ്ഞു എനിക്ക് മിസ്റ്റർ ജോൺസനെ കാണും. ജോൺസൺ എനിക്ക് എൻ്റെ ഓർഡർ വാങ്ങിക്കും. ഒരു പേര് ഞാൻ അങ്ങിടുകയാണ്. മാനേജർ വെച്ച് എന്താ കാര്യം? പറഞ്ഞു ഞാനാണ് DL മോഡി, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന മനുഷ്യൻ, ഞാനാണ് ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത്, എനിക്ക് ആ മനുഷ്യനോട് സുവിശേഷം പറയണം, അദ്ദേഹം നരകത്തിൽ പോവാണ്. ആ മാനേജർ അദ്ദേഹത്തിന്റെ ഒക്കെ പറഞ്ഞു യു ആർ ലേറ്റ് ബൈ 6 hours. നീ 6 മണിക്കൂർ താമസിച്ചു. രാത്രി 2 മണിക്ക് ആ മനുഷ്യൻ തോക്കെടുത്ത് വായിലിട്ട് വെച്ച് കാഞ്ചി വലിച്ചു, തല പൊട്ടിത്തെറിച്ച് മരിച്ചു. DL മോഡി വെളിയിലോട്ട് ഇറങ്ങി തന്റെ ഹാൻകർച്ചീഫ് എടുത്തു മുഖം പൊത്തി കരയാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു, ഒരു ദർശനം കണ്ടു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വലത്തുവശത്ത് DL മോഡി ഇരിക്കുന്നു. ആളുകൾ ഓരോരുത്തരും വരുമ്പോൾ ന്യായം വിധിച്ച് നരകത്തിലേക്ക് അയക്കുക. 1, 2, 3, 17,000, 28,000, 1,57,000. ആ സമയത്ത് ഇതാ വരുന്നു ജോൺസൺ വേറൊരു ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു മിസ്റ്റർ മോഡി, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം ഞാനാണ് നിങ്ങൾക്ക് ആഹാരം തന്നത്. ഞാനിപ്പോ നരകത്തിലേക്ക് പോവുക. ഞാൻ നരകത്തിലേക്ക് പോകുന്നതിന് ഉത്തരവാദി ഞാനല്ല, നിങ്ങളാണ്. നിങ്ങളുടെ പക്കൽ സുവിശേഷം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ എന്നോട് യേശുവിനെ പറ്റി പറഞ്ഞില്ല. നീ എന്നോട് യേശുവിനെ പറ്റി പറയാതെ ഇരുന്നതിനാൽ ഇതാ ഞാൻ നരകത്തിലേക്ക് പോകും. ആ ഒരു കഥ, ആ സംഭവ കഥ എന്റെ ഹൃദയത്തെ വല്ല. ഞാൻ വിചാരിച്ചു എന്റെ പട്ടാളത്തിൽ എത്ര പേരുണ്ട്, എന്റെ ഗ്രാമങ്ങളിൽ എത്ര പേരുണ്ട്, ഞാൻ പട്ടാളത്തിൽ പോകുന്ന സമയത്ത് ട്രെയിനിനകത്ത് എത്ര പേരുണ്ട്, ഞാൻ പോകുന്ന ബസ്സിനകത്ത് എത്ര പേരുണ്ട്, അവരെല്ലാം എന്നോട് എന്ത് പറയും? എനിക്ക് ആകെ ഒരു വെപ്രാളം. എനിക്ക് ഉറക്കം വരുന്നില്ല. പട്ടാളത്തിൽ ദിവസം 4 ദിവസം, ആഴ്ചയിൽ 4 ദിവസം ഇറച്ചി ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല, ആഹാരം കഴിക്കാൻ ഒക്കുന്നില്ല. പട്ടാളത്തിൽ ആഹാരം കളയാനൊക്കത്തില്ല. ഒരു ചപ്പാത്തിയുടെ പകുതി പോലും കളഞ്ഞാൽ മനുഷ്യൻ കിട്ടും. പക്ഷെ പല ദിവസവും ആഹാരം കഴിക്കാതെ കൊണ്ട് കളയുവാൻ ഞാൻ നിർബന്ധിതനായിട്ടുണ്ടാകും. എന്താണ് കാരണം? ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ദൈവം ഇന്ത്യയെ സ്നേഹിക്കുന്നു. ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ പ്രസംഗിക്കുകയുണ്ടായി, 10 കാരണങ്ങൾ എന്റെ മക്കളുണ്ട് ദൈവം ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ പറ്റണം. ഹല്ലേലൂയ. ഇതാ വേദപുസ്തകം പറയുകയാണ്. എവിടെ ഹല്ലേലൂയ. യേശു ക്രിസ്തു 12 പേരെ അയച്ചതിനകത്ത്, വേദപുസ്തകത്തിനകത്തില്ല, 12 പേരെ അയച്ചതിനകത്ത് ഒരാളിനെ ഇന്ത്യയിലേക്ക് അയച്ചു. ആദ്യത്തെ 12 ശിഷ്യന്മാരിൽ ഒരാളെ ഇന്ത്യയിലേക്ക് അയച്ചെങ്കിൽ ഇന്ത്യ എന്റെ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നു. ഇന്ത്യ എന്നുള്ള വാക്ക് വേദപുസ്തകത്തിനകത്ത് കുവൈറ്റില്ല, ബഹ്റൈനിലില്ല, ഒമാനില്ല, ഇതൊക്കെ അവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കാണുന്നില്ല. ഇന്ത്യ ഉണ്ട്. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുതി വെപ്പിച്ചത് എന്തിനാണെന്ന് അറിയാം, നമ്മളെ കാണിക്കാനായിട്ട്. എനിക്ക് ഭാരതത്തെ പറ്റി സ്നേഹമുണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, 20-ന്റെ-24. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ യേശു വന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റനായ യേശു ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് മുറിക്കകത്ത് കഥ അടച്ച് പ്രാർത്ഥിച്ചത് പേടിച്ചിട്ടല്ല, മുറി അടച്ചിരുന്നത് പേടിച്ച് പ്രാർത്ഥിച്ചത് കർത്താവ് പറഞ്ഞതാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് വരെ നിങ്ങൾ അവിടെ ഇരിക്കണമെന്നും പോകരുത്, പ്രാർത്ഥിക്കണം. പിന്നെ അനാഥശാല തുടങ്ങാം, പിന്നെ ബൈബിൾ സ്കൂൾ തുടങ്ങാം, പിന്നെ കോഴ്സുകൾ തുടങ്ങാം. ആദ്യം പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചാൽ. ആ സമയത്ത് യേശു വന്നപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. എവിടെ പോയെന്ന് എനിക്കറിഞ്ഞൂടാ. കടയിൽ പോയതാകാം, എനിക്കറിഞ്ഞൂടാ. മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ ഇല്ലായിരുന്നു.
എന്നാൽ 26-ാമത്തെ വാക്യം, 8 ദിവസം കഴിഞ്ഞ ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. അപ്പോൾ യേശു അവിടെ വന്നു. എന്തുകൊണ്ടാണ് യേശു അവിടെ വന്നത്? ആളുകൾ പറയും തോമസിനെ സ്നേഹിച്ചുള്ളത് അല്ല, ഇന്ത്യയെ സ്നേഹിച്ചത് കാരണം. ഇന്ത്യയെ സ്നേഹിച്ചതിനാൽ യേശു ക്രിസ്തു തോമസിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തോമസ് എന്ത് ചെയ്തു? ഇന്ത്യയിൽ വന്നു. ഇല്ലെന്നും പറയുന്നവരുണ്ട്, വന്നെന്നും പറയുന്നവരുണ്ട്. വന്നെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. വന്നാലും വന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ തോമസ് വന്നു, 7 സ്ഥാപിച്ചു എന്ന് ചരിത്രം പറയുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? കൊല്ലത്താണ് അങ്ങേയറ്റത്ത് സ്ഥാപിച്ച സ്ഥല. കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു വിശ്വാസിയും സുവിശേഷമായിട്ട് പോലും തോമസ് ചെയ്തു. പക്ഷെ ഒരു വിശ്വാസിയും തിരുവനന്തപുരം വരെ പോയില്ല. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആരും പോയില്ല. 37 കിലോമീറ്റർ പോയില്ല. തിരുവനന്തപുരത്ത് രാജാവിനെ കാണാൻ ആളുകൾ പോയി, പക്ഷേ ഒരു സുവിശേഷവുമായിട്ട് ആരും പോയില്ല. പാലയൂർ എന്ന് പറഞ്ഞതാണ് വടക്കേ അറ്റത്തുള്ള സ്ഥലം. അവിടെ നിന്നും കണ്ണൂരിലേക്ക് 137 കിലോമീറ്ററാണ്. അപ്പുറത്തോട്ട് 64 കിലോമീറ്റർ പോയില്ല. ഇവിടെ 137 കിലോമീറ്റർ പോയില്ല. 94 കിലോമീറ്ററേ ഉള്ളൂ കോഴിക്കോട്. അവിടേക്ക് പോയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ വല്യപ്പച്ചൻ പോകാതെ ഇരുന്നത് കാരണം ഒരേ തമ്പുരാന് ഹൃദയത്തിന് ഇന്ത്യയെ സ്നേഹിക്കുന്നവനായ ദൈവത്തിനാണ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവൻ LMS മിഷണറിമാരെ 1921 അയച്ചു. അറിയാൻ വയ്യാത്തവർക്ക് എഴുതിയെടുക്കാം. 1921 LMS മിഷണറിമാർ വന്നത്. കോഴിക്കോട്ടും കണ്ണൂരും മംഗലാപുരത്തും ജർമ്മൻകാർ വന്നു. 1838 ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ ആ സഭയിൽ പോയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ വല്യപ്പച്ചൻ പോകാത്തടത്ത് നിങ്ങൾ മിഷണറിമാരെ അയച്ചു, നന്ദി. നാം പോയില്ല. വേദപുസ്തകം സഭാചരിത്രം പറയുന്നത് തോമാ ശ്ലീഹ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സുവിശേഷം മാത്രമേ ഉണ്ടായിരുന്നു. പുതിയ നിയമം ഇല്ലായിരുന്നു. പഴയ നിയമവും ഒരു മർക്കോസിന്റെ സുവിശേഷവും. മർക്കോസിന്റെ സുവിശേഷം നമ്മുടെ വല്യപ്പച്ചൻ വായിച്ചു. പക്ഷെ അതിനകത്തെ 16-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ ഒളിച്ചു വെച്ചോളാം. വായിക്കട്ടെ ഞാൻ. 16-ന്റെ 15-16. പിന്നെ യേശു ശിഷ്യന്മാരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത് വായിച്ച വല്യപ്പച്ചൻ നമ്മുടെ മലയാളി പട്ടക്കാർ, പാസ്റ്റർമാർ ആരും ആയിക്കോട്ടെ, ആരെയും അയച്ചില്ല. ആറ്റിങ്ങൽ വരെ അയച്ചില്ല, കോഴിക്കോട് വരെ അയച്ചില്ല. അവർ ഒളിച്ചു വെച്ചു. വായിച്ചവരനുസരിച്ചോ ഇന്ന് നാഗാലാൻഡ് 88% ക്രിസ്ത്യാനികൾ, മിസോറാം 100% ക്രിസ്ത്യാനികൾ, മേഘാലയത്തിലെ ഖാസി എന്ന് പറയുന്ന ഒരു വംശക്കാർ 83% ക്രിസ്ത്യാനികളാണ്. ഗാരോ എന്ന് പറയുന്ന ഒരു വംശക്കാർ 96% ക്രിസ്ത്യാനികൾ. ഞാൻ ഇവിടെ എല്ലാം പോയി പ്രസംഗിച്ചിട്ടുണ്ട്, അവരുടെ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ നിന്ന് ഏത് മിഷണറി പോയി? യാക്കോബക്കാർ അയച്ചോ? മർത്തോമക്കാർ അയച്ചോ? ഇല്ല. നാം ആരും പോകാഞ്ഞത് കൊണ്ട് ഒടേ തമ്പുരാൻ തിരുവനന്തപുരത്തേക്ക് LMSകാരെ അയക്കേണ്ടി വന്നതുപോലെ കോഴിക്കോടേക്കും മംഗലാപുരത്തേക്കും ഒക്കെ ജർമ്മൻ മിഷണറിമാരെ അയക്കേണ്ടി വന്നതുപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ബാപ്റ്റിസ്റ്റുകാരെയും പ്രെസ്ബിറ്റേറിയൻകാരെയും അയക്കേണ്ടി വന്നു. നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ആരാ എഴുതിയെന്നറിയാം? എവിടുത്തെ ആരാ എഴുതിയെന്നറിയാം? കാനഡ, അമേരിക്ക, ന്യൂസിലൻഡ്, ഇംഗ്ലണ്ട് അല്ല. ഒരു പ്രെസ്ബിറ്റേറിയൻ മിഷണറി ആസാമിൽ ചെന്നിട്ട്, ഇന്നത്തെ മേഘാലയം, സുവിശേഷം പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ഒരൊറ്റ മനുഷ്യൻ, വൺ മാൻ. അവന്റെ ഭാര്യ, 2 കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു. കഴിഞ്ഞുള്ള ഒരു വംശക്കാരാണ്. ജാതിയല്ല, വംശം. വംശത്തിലുള്ള ഒരാള് അവരുടെ കുടുംബ ദൈവങ്ങളെ ഉപേക്ഷിച്ചിട്ട്, അവരുടെ പാരമ്പര്യ ദൈവങ്ങളെ ഉപേക്ഷിച്ചിട്ട് അന്യമതത്തിലേക്ക് പോയി. അവരെല്ലാവരും കൂടെ വിളിച്ചു. അവരുടെ മൂപ്പൻ, അവരുടെ വംശത്തിന്റെ മൂപ്പൻ അവിടെ വന്ന് കസേരയിലിരുന്നു. മറ്റവരെ അവിടെ നിർത്തി ചോദിച്ചു,
താൻ യേശുക്രിസ്തുവിനെ അന്യമതത്തിന്റെ സാഹിത്യത്തിന്റെ ദൈവത്തെ ദൈവമായിട്ട് വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ യേശുവിന്റെ പുറകെ പോയി, ഇത്രയോ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ കൊല്ലാൻ പോവാ. പറഞ്ഞു, ഞാൻ യേശുവിന്റെ പിന്നാലെ. പട്ടാളക്കാരൻ വന്നാട്ടെ. പട്ടാളക്കാരൻ വന്നു, അമ്പും വില്ലും എടുത്തു, വിഷം കലക്കി വെച്ചിരുന്ന ഒരു പാത്രത്തിലേക്ക് അമ്പ് കുത്തിത്താത്തു, എന്നിട്ട് വലിച്ചെടുത്തു. ഇളയ കൊച്ചിന്റെ നേരെ ഉണ്ട്. യേശുവിനെ പിൻപറ്റുമോ? ഇല്ല, ഇല്ല, വിടത്തില്ല, യേശുവിനെ വിടത്തില്ല, ഞാൻ യേശുവിന്റെ പിന്നാലെ പോകും. ആ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ആ കുഞ്ഞ് പിടഞ്ഞു മരിച്ചു. എന്ത് പറയുന്നു? എന്താ പറയുന്നു? ലോകം എന്റെ പിന്നിൽ, യേശു എന്റെ മുമ്പിൽ, ഞാൻ യേശുവിന്റെ പിന്നാലെ പോകും. അടുത്ത കൊച്ചി ആകുമ്പോൾ ഞാൻ യേശുവിന്റെ പിന്നാലെ പോകും. അടുത്ത പട്ടാളക്കാരൻ വന്നു, അമ്പെടുത്തു, വിഷത്തിനകത്ത് മുക്കി. അടുത്ത കൊച്ചും ആ അപ്പന്റെ മുമ്പാ തോന്നി. എന്ത് പറയുന്നു? ആരും എന്റെ കൂടെ വന്നില്ലേലും ഞാൻ യേശുവിന്റെ കൂടെ പോകും. അടുത്ത പട്ടാളക്കാരൻ അയാളും വന്നു, വിഷത്തിനകത്ത് അമ്പ മുക്കി. എന്ത് പറയുന്നു? ഞാൻ യേശുവിന്റെ പിന്നാലെ പോകും. ആരും എന്റെ പിന്നാലെ വന്നില്ലേലും പോകും. ഭാര്യ അടഞ്ഞു വന്നു. എന്ത് പറയുന്നു? ഞാൻ യേശുവിന്റെ കൂടെ പോകും. ലോകം എന്റെ മുമ്പ്, പുരുഷന്റെ മുമ്പ്. അടുത്ത പട്ടാളക്കാരൻ വന്ന് വിഷം മുക്കി അയാളും മരിച്ചു. എല്ലാവരും വീട്ടിൽ പോയി. ആർക്കും ഉറക്കം വരുന്നില്ല. ഒരു ചോദ്യം, കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തിന് വേണ്ടി ഈ മനുഷ്യൻ എന്തുകൊണ്ട് ജീവൻ തരും? 2-3 ആഴ്ച അവർ സംസാരിച്ചു. അവസാനം അവരെല്ലാരും കൂടെ, അവരുടെ മൂപ്പന്മാരെല്ലാരും കൂടെ സുവിശേഷം പ്രസംഗിച്ച സാഹിബിനെ വീട്ടിൽ പോയി കണ്ടു. അവര് 100% ക്രിസ്ത്യാനികളായിരുന്നു. 100%. ഞാനോ ഞാനവിടെ പോയിട്ടുണ്ട്. എന്റെ ഭാര്യ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ കൂടെയുള്ള സുവിശേഷക്കാരെ ഞാൻ അയച്ചിട്ട് അവരുടെ കമ്മീഷണർ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പോയതിന്റെ കാര്യം നമ്മുടെ നാട്ടിൽ ഒരു യാത്രക്കാരൻ പോകേണ്ടതായിരുന്നു, ഒരു മർത്തമ്മക്കാരൻ പോകേണ്ടതായിരുന്നു, ഒരു IPC-കാരൻ പോകേണ്ടതായിരുന്നു. വല്യപ്പച്ചന്മാര് പോയില്ല. അതുകൊണ്ട് ദൈവത്തിന് ഇത് യഥാർത്ഥ സംഭവം കേട്ടോ. സാധു സുന്ദർ സിംഗ് ഇതിനെപ്പറ്റി കേട്ടു. അന്ന് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്റെ മകനെ പോയി കണ്ടിട്ട് അതിൽ നിന്ന് വാക്കുകൾ എഴുതിയെടുത്തു. ഇംഗ്ലണ്ടിലെ പ്രസ്ബിറ്റേറിയൻ സഭയിൽ കൊടുത്തു. അവരത് പാട്ടാക്കി അമേരിക്കയിൽ ഒരാൾ കൊണ്ടുപോയിട്ട് പാടിയാണ്, I have decided to follow Jesus. I have decided to follow Jesus. No turning back. No turning back. നമുക്ക് പാടാൻ എളുപ്പമുണ്ട്. പക്ഷെ ഉണ്ടാക്കിയ മനുഷ്യൻ ഒരു വില കൊടുത്തു. നാം പോയില്ല, പോയത് സാഹിബ്മാരായിരുന്നു. നമ്മളായിരുന്നു പോകേണ്ടത്. സാഹിബിന് സുവിശേഷം കിട്ടിയതിന് മുമ്പ് നമ്മുടെ വല്യപ്പച്ചന് കിട്ടിയതാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ കാരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് ഒരു മനുഷ്യൻ. ആ ഒരു മനുഷ്യന് വേറെ കുറെ കൂട്ടുവേലക്കാരെയൊക്കെ വേണ്ടി വന്നെന്ന് വരാം. പക്ഷെ ആ ഒരാൾ എവിടെ? ആൾ ഗൾഫിൽ പോയിരിക്കുക. ആ ഒരാൾ എവിടെ? ആൾ കാനഡയിലാണ്. ആ ഒരു മനുഷ്യൻ എവിടെ? അയാൾ അമേരിക്കയിലാണ്. ഹല്ലേലൂയ. ദൈവം വിളിക്കാഞ്ഞിട്ടല്ല, വിളി കേൾക്കാഞ്ഞിട്ടാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന് 26-ാമത്തെ വാക്യത്തിനകത്ത് ഒരു ഉണർവ് നടക്കുന്നുണ്ട്. ശമരിയിൽ ഒരു ഉണർവാണ്. കൂട്ടമായിട്ടൊരു സ്നാനം നടത്തിയ ഫിലിപ്പോസ് അവിടുത്തെ പാസ്റ്ററായി. 4 പെൺമക്കളുണ്ട്. ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയുണ്ടെന്ന് തീർച്ചയാണ്, ഉറപ്പാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ഒക്കെ പറഞ്ഞു കൊടുത്ത് എഴുന്നേറ്റ് പോവുക. നമ്മളാർക്കും എന്താ പറയും? കർത്താവേ, അടിയൻ ഇതാ അടിയന്റെ അയൽക്കാരനെ അയക്കണേ. കർത്താവേ, എനിക്ക് പോകാൻ നിവർത്തിയില്ല, അതുകൊണ്ട് ഞാൻ ഒരു 10,000 രൂപ വെച്ച് വേണമെങ്കിൽ പോകുന്നവന് കൊടുത്തേക്കാം. ദൈവത്തിന് രൂപയല്ല ആവശ്യം, ദൈവത്തിന് കഴിവുള്ള ഒരു മനുഷ്യനാണ്. ഒരൊറ്റ മനുഷ്യൻ. One man. That's all God needs. ധരിച്ചൊരു വികാരഭരിക്കണം. കർത്താവേ, എനിക്ക് 4 പെൺമക്കളുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിയാലും അവർക്ക് കല്യാണം ആലോചിക്കണ്ടായോ? ഇവരെല്ലാം കെട്ടിക്ക് അയച്ചിട്ട് പിന്നെ പങ്കെടുക്കണം. വിയാസം കിട്ടിയിട്ട് വാങ്ങണം. അവൻ എക്സ്ക്യൂസ് പറയാൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പോയി. ഒരു സ്നാനം ഒരൊറ്റ മനുഷ്യൻ. കേൾക്കുന്നവരെന്ത് പറയുന്നു? 3 വട്ടാൻ നല്ല ഒരു തലയൊക്കെ കളഞ്ഞു എന്തൊക്കെ പറഞ്ഞു.
എന്റെ കൂടെ മേജർ നായർ ജി എൻ നായർ, മേജർ ജി എൻ നായർ എന്റെ കപ്പർ, എന്റെ ഓഫീസർ കായംകുളത്തുകാരനാണ്. വർഗീസ്, നീ പട്ടിണി കിടന്നു ചാവും, നിന്റെ പെമ്പളയും നിന്റെ കൊച്ചും പട്ടിണി കിടന്നു ചാവും, നിന്റെ പേര് പറഞ്ഞ് വല്ലൂരും ഒക്കെ രൂപ വരുത്തും. വർഗീസ, ഈ അബദ്ധം കാണിക്കല്ലേ. 2.5 വർഷം കൂടെ നീ പട്ടാളത്തിൽ ജോലി ചെയ്യും, ജീവിതകാലം മുഴുവൻ നിനക്ക് പെൻഷൻ കിട്ടും. പെൻഷൻ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം ആത്മാക്കളെ നേടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ദൈവത്തിന് ഇന്നും ഒരാളിനെ ആവശ്യമുണ്ട്. പക്ഷെ ആര് പോകും? ആ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എന്ത് പറ്റുമെന്നറിയാം? ഒരു മനുഷ്യൻ ഷണ്ണൻ, അയാൾ മിക്കവാറും അടിമയായിരിക്കാനാണ് സാധ്യത. ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടായി പ്രശ്നം കേട്ടോ. അയാൾ അവിടുത്തെ മന്ത്രിയായിരുന്നു, എനിക്കറിയാം. പക്ഷെ മിക്കവാറും അടിമയായിരുന്നിരിക്കണം. അടിമയായിരുന്നിട്ട് അവിടുന്ന് ഉയർന്നു വന്നതാണ്. അവനെ അവിടുത്തെ ഖജനാവെല്ലാം ഏൽപ്പിച്ചതാണ്. പക്ഷെ അവൻ തിരികെ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ രാജാവിനെ വരെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യവനുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ നേട്ടങ്ങളല്ല വലുതാണ്, വലിയൊരു വീടല്ല വലുതാണ്, വലിയൊരു കാറല്ല വലുതാണ്, വലിയൊരു സുന്ദരിയായ ഭാര്യയല്ല വലുതാണ്, അംബിദ്യസ്യരായ 4 മക്കളല്ല വലുതാണ്. ആത്മാക്കളെ നേടുന്നതാണ് ഏറ്റവും വലുതാണ്. ഹല്ലേലൂയ. ഞാൻ കട്ടറായി പോകുന്ന സമയത്ത്, കാശ്മീരിലെ കട്ടറായി എന്ന് പറഞ്ഞ സ്ഥലത്താ പോയത്. ഞാൻ പോകാൻ ഇഷ്ടപ്പെട്ടില്ല, കാരണം എനിക്ക് പേടിയാണ്. ഹിന്ദുക്കളുടെ പുണ്യഭൂമിയാണ്. 2000 പേരാണ് ദിവസവും അവിടെ വരുന്നത്. 2000 പേര് 1972 അവിടെ വരുന്നുണ്ട്. അവിടെ അത്രയും പാനക്കത്തിൽ അത് കണ്ടത്തേക്ക് കൺട്രോൾ ചെയ്ത് നിർത്തിക്കളെ പർവ്വതമാണ് കയറി പാനക്കത്തിൽ അമ്പലത്തിലേക്ക്. അതുകൊണ്ട് 2000 പേർക്ക് അവർ പാസ് കൊടുക്കത്തുള്ളൂ, ഇപ്പോഴേ ഗേറ്റ് വിടത്തുള്ളൂ. ഞാൻ അവിടെ പോകാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്റെ പാസ്റ്റർ പറഞ്ഞു, CSI-കാരനായ ബിലീവറായ എന്റെ പാസ്റ്റർ പറഞ്ഞു, വർഗീസ, ദൈവത്തിന്റെ ആത്മാ, ദ ലോർഡ് ഈസ് ഇംപ്രസിംഗ് മീ ദാറ്റ് യു മസ്റ്റ് ഗോ ടു കട്ര. എന്റെ പാസ്റ്ററുടെ ശബ്ദം കേട്ട് അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നായിരിക്കണം എന്നുള്ള ഉറപ്പിനകത്ത് ഞാൻ അവിടെ പോയി. അവിടെ എന്ത് സംഭവിച്ചെന്നറിയാം? അന്ന് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരൊറ്റ ക്രിസ്ത്യാനിയില്ല. പക്ഷെ ഇന്ന് എന്ത് സംഭവിച്ചെന്നറിയാം? അവിടെ 6 സഭകളുണ്ട്. അതിനകത്ത് 5 ചർച്ച് ബിൽഡിംഗ് ഉണ്ട്. ഹല്ലേലൂയ. ഏറ്റവും ചെറുത് ഞങ്ങളുടെ സഭയായിരിക്കണം, 175 പേര്. ഹല്ലേലൂയ. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഞാനവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ ഞങ്ങൾ വന്ന ക്രിസ്ത്യാനികളൊക്കെ തോട്ടികളാണ്, കക്കൂസിലെ മലങ്കോലും കളയുന്ന തോട്ടികളാണ്. ഒരെണ്ണത്തിന് എഴുതാനും വായിക്കാനും അറിയാൻ വയ്യ. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. അവരെ എഴുതാൻ, എന്റെ ഭാര്യ ടീച്ചറാണ്, ഇല്ലി അവരെ അവരെ വായിപ്പിച്ചു. എന്ത് പറ്റിയെന്നറിയാം? ഇന്ന് അവരുടെ മക്കളിനകത്ത് ഡോക്ടറേറ്റ് ഉള്ളവരും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മനുഷ്യൻ പോയതാണ്. ഞാൻ എന്നെ പുകഴ്ത്തുകയല്ല കേട്ടോ, ഒരൊറ്റ മനുഷ്യൻ. God needs only one man. ആ ഒരു മനുഷ്യൻ പോയി കഴിയുമ്പോൾ അവന്റെ കൂടെ കുറെ പേരെ കൂടെ കർത്താവ് കൂട്ടിക്കൊടുക്കും. അവർക്ക് ഒന്നിച്ച് വലിയൊരു ശക്തിയായി തീരുവാൻ കഴിയും. ഇതാ ബീഹാറിൽ നടക്കുന്നു. അബി മാത്യു, ഒരു സാജു മാത്യു മധ്യപ്രദേശിൽ പ്രവർത്തിച്ചിട്ട് പോയി. ഞാൻ എന്റെ ഒറ്റയ്ക്കൊരുത്തനാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അവകാശം പറയുന്നില്ല, അല്ലെ. പുനലൂരിൽ നിന്നും 12ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ പഠിത്തം മതിയാക്കിയിട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷെ 12ാം ക്ലാസ് കഴിഞ്ഞു വെച്ച് BDC കഴിഞ്ഞു വെച്ച് രാജസ്ഥാനിൽ പോയി തോമസ് മാത്യു അവിടെ മുഴുവൻ സഭകളായി ചേർന്നു. ഒരു കുഴിക്കാലക്കാരൻ ME തോമസ് 10ാം ക്ലാസ് കഴിഞ്ഞു വെച്ച് അദ്ദേഹം ബൈബിൾ കോളേജിൽ പോയി. അദ്ദേഹത്തിന് രാജസ്ഥാനെ പറ്റി ഒരു ഭാരം തോന്നി. എനിക്കറിയാവുന്ന മനുഷ്യനാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ കാല് കഴുകാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടാകും. ഹല്ലേലൂയ. പോകാൻ ആഗ്രഹം തോന്നി രാജസ്ഥാനിലേക്ക് പോകാൻ വണ്ടിക്കൂലിയില്ല. ആ മനുഷ്യൻ ഹീറോയാണ്. അദ്ദേഹം സൂട്ട് കേസ് എടുത്ത് തലയിൽ വെച്ചു. ഭാര്യയെടുക്ക പറഞ്ഞ് കൊച്ചിനെ എടുക്കടി. എന്നിട്ട് 2 പേരും കൂടെ റെയിൽവേ ലൈനിൽ പോയി നടന്നു രാജസ്ഥാനിലേക്ക്. അവിടെ പോകാൻ അനുവദിക്കില്ല കേട്ടോ. ടിക്കറ്റ് ഒരു രാജസ്ഥാനിലെത്തി. എന്ത് പറ്റി? 1500-ലധികം സഭകൾ സ്ഥാപിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. BJP ഗവൺമെന്റ് അദ്ദേഹത്തിന് ഓണറി അദ്ദേഹത്തിന് ഓണർ ചെയ്യുന്നുണ്ട്. നാം ചെയ്യാതിരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ്? ഒരു മാൻ, God needs only one man and you can be the next person. ആർക്കറിയാം? ആളുകളുടെ ചോദിക്കും, വർഗീസിന്റെ ഭ്രാന്തിനെ പോലെ ഓടി നടക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ കഷ്ണങ്ങളാക്കി 29 കഷ്ണങ്ങളാക്കി 29 സ്റ്റേറ്റിലും ഓരോ ബീജമായിരുന്നു. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. മരിച്ചു ബീജവർഗീസിന്റെ മാംസകഷ്ണത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും? പക്ഷെ ഞാൻ എന്റെ ശബ്ദം കൊടുക്കുകയാണ്. ഞാൻ പറയുകയാണ്, 29 പേര് വരട്ടെ, ഓരോരുത്തരും ഓരോ സ്റ്റേറ്റിൽ പോകട്ടെ. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കട്ടെ. ആളുകളുടെ ചോദിക്കും, വർഗീസിന്റെ ഭ്രാന്തിനെ പോലെ ഓടി നടക്കാനുള്ള കാരണം. വടക്കേന്ത്യയിലെ ഒരു നദി, എല്ലാവർക്കും അറിയാവുന്ന ഒരു നദി, ഗംഗാ നദി. എനിക്ക് വളരെ ഇഷ്ടമാണ് ഗംഗാ നദിയിൽ പോകുന്നത്. അല്ലല്ല, ഞാൻ പൂജ ചെയ്യാനൊന്നും അല്ല പോകുന്നത്.
അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് ആത്മഭാരം കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന 2 കാര്യമാണ്. ഒന്ന്, ഞാൻ ഡൽഹിയിലെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. അവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1-നകത്ത് നിൽക്കുന്ന സമയത്ത് മേളിൽ കൂടെ ആളുകൾ വരും. 14-15 റെയിൽവേ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടുന്ന് പണ്ട് 12 ഉണ്ടായിരുന്നു. അവിടുന്ന് എല്ലാ ആളുകൾ വന്നിട്ട് ഈ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് ഇറങ്ങിയാണ്. They will be moving inch by inch. ഓരോ ചുവട്ടടിയും പതുക്കെ വെച്ച് വരും. ഞാനിങ്ങനെ നോക്കി നിൽക്കും. ഇത് ആളുകൾ വരുന്നു. എത്ര പേര് കാണും? 1 മിനിറ്റിനകത്ത് തന്നെ 1 മണിക്കൂറിനകത്ത് തന്നെ ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകൾ പോകും. എനിക്ക് അതിനകത്തൊരു കാര്യം അറിയാം. ഈ കടന്നുപോയ 1 ലക്ഷം പേരിനകത്ത് ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടവർ കാണത്തില്ല. ഞാൻ ഇറച്ചിയും കഴിച്ച് ഇരിക്കുക. നല്ല സുന്ദരമായ കിടക്കയിൽ ഞാൻ കിടക്കുക. എന്റെ കിടക്കയൊക്കെ വില കുറഞ്ഞ, പക്ഷെ എന്നെ സംബന്ധിച്ചോളം സുന്ദരമാണ്. ഞാൻ വില കൂടി, ഞാൻ സരള ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. അത് എന്റെ തീരുമാനമാണ്, ദൈവം തരാഞ്ഞിട്ടല്ല. അതുകൊണ്ട് ഈ ഗംഗാനദി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് പോയത് ഓർക്കുന്നുണ്ട്. ഗംഗാനദി എവിടുന്നാ പുറപ്പെടുന്നതെന്നറിയാം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിനകത്തിട്ടാൽ ഉപകാരമായി. ഗംഗോത്രി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് വരും. അവിടെ പോകുന്നത് പ്രയാസമാണ്. അവിടെ ഐസാണ്, ഭയങ്കര ഐസാണ്. അവിടെ പോകാൻ പറ്റില്ല. എന്നാൽ ഹരിദ്വാർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഞാൻ അവിടെ ചെന്നു. അതിനപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്. മറന്നുപോയി. ഞാൻ അവിടെ പോയി. ആദ്യം ഹരിദ്വാറിൽ പോയി. അവിടെ ചെന്ന് ഞാൻ വികാരഭരിതനായി. 100 കണക്കിന് ആളുകൾ അവിടെ നിൽക്കുന്നു. വേറൊരു സ്ഥലത്ത് പോയി. ആ സ്ഥലത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നു. ഏകദേശം ഒരു 10-300 പേര് ആ ഗംഗാനദിയുടെ തീരത്ത് മണൽത്തിട്ടുണ്ട്. ഞാൻ ഈയിടയ്ക്ക് അടുത്ത കാലത്ത് ഒന്ന് പോയി പ്രാർത്ഥിക്കാനായിരുന്നു. കാലമൊക്കെ മാറി. അപ്പൊ അവിടെ എല്ലാം സിമെന്റ് ഇട്ടു. അന്നത്തെ ഞാൻ ചെല്ലുന്ന സമയത്ത് മണലാണ്. 10-300 പേര് നിൽപ്പാണ്. ചിലർ ഒറ്റക്കാലിൽ നിൽക്കുന്നു. ഞാൻ കണ്ടു അഗ്നികുണ്ഡമുണ്ടാക്കിയിട്ട്, വളയത്തിൽ അഗ്നികുണ്ഡമുണ്ടാക്കിയിട്ട് അതിന്റെ നടുക്ക് ഇരിക്കുന്ന ആളുകൾ വസ്ത്രം ധരിക്കാറ്. അവരുടെ ദേഹമൊക്കെ പൊള്ളി കൊമളകളായിട്ട് നിൽക്കുകയാണ്. ഞാൻ കണ്ടു ആളുകൾ ആണി കൊണ്ട്, നിങ്ങൾ എപ്പോഴും പോയാലും കാണാൻ കേട്ടു, ആണി കൊണ്ടുള്ള മെത്തയുടെ പുറത്ത് സന്യാസിമാര് കിടക്കുന്നു. ഞാൻ കണ്ടു ഒരു മനുഷ്യൻ ഒരു കൈ, ഇടത്ത് കൈ 14 വർഷമായിട്ട് പൊക്കി പിടിച്ചിരിക്കുകയാണ്. ഡോക്ടർ KP യോഹന്നാന്റെ ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് എഴുതിയ, ഞാൻ പറഞ്ഞു കൊടുത്ത കഥയാണ് ഇത്. കൈ പൊക്കിയിരിക്കുകയാണ്. ആ കൈ അങ്ങനെ മരവിച്ചു പോയി, ഇനി താഴത്തില്ല. ഇതൊക്കെ കണ്ട് ഞാൻ വികാരഭരിതനായി. അപ്പൊ അവിടെ ഒരു ജർമ്മൻകാരൻ ഒരു മനുഷ്യൻ ഇപ്പോൾ നെൽസൺ. ഞാൻ അടുക്കള യേശുവിനെ പറ്റി പറയാം. അയാൾ പറഞ്ഞു എന്തൊക്കെ പറയണ്ട, യേശുവിനെ പറ്റി പറയണ്ട. ഞാനൊരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. അവിടുന്ന് ആ ദൈവം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു വന്നതാണ്. അപ്പൊ ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞു. അയാൾ സുഹൃത്ത് വലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ 120 കാർബൺ സുഹൃത്ത് വലിക്കുക. എങ്ങനെയാ വിട്ടത്? അപ്പൊ ഞാൻ ഇച്ചിരി അനുഭവവും ഇച്ചിരി സുവിശേഷം കൊടുത്തിട്ട് വരിക. ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ 300 പേരുടെ അപ്പുറത്ത് ഗംഗാ നദിയോട് ചേർന്ന ഒരു കുടുംബം നിൽപ്പുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചിനെടുത്ത് നിൽപ്പുണ്ട്. അവിശ്വസനീയമാണ് എൻ്റെ ഈ കട. 300 പേരുടെ ഇടയിൽ ഒരാളിനെ എങ്ങനെ കാണും? ഞാൻ കണ്ടു. ദൈവം എന്നെ കാണിച്ചതാണ്. ആ സ്ത്രീ ആ കൊച്ചിന് ബ്ലൗസ് പൊക്കിയിട്ട് പാല് കൊടുക്കുകയാണ്. ആ ഭർത്താവ് കൊച്ചിനെ ഇങ്ങനെ കാര്യമായിട്ട് സൂക്ഷിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. ഏതോ ഒരു പ്രത്യേകത. എനിക്ക് അവരുടെ മുഖം കാണത്തില്ല. അവരങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കുകയാണ്. ഗംഗാനദി പാഞ്ഞൊഴുകും. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ആ കുഞ്ഞിന്റെ അമ്മയുടെ മാറിൽ നിന്നും ആ കുഞ്ഞിനെ വലിച്ചെടുത്തു. എന്നിട്ട് ആ കുഞ്ഞിന്റെ 2 കവിളിലും മാറി മാറി ഉമ്മ കൊടുത്തു. എന്നിട്ട് അമ്മയുടെ നേരെ നീട്ടിക്കൊടുത്തു. അമ്മയും കൊടുത്തു. കെട്ടിപ്പിടിച്ചിട്ട് ഒരു ആഞ്ഞൊരുമ്മ. എനിക്ക് കാണത്തില്ല അവരുടെ മുഖം. ആ സമയത്ത് ഞാൻ നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ആ കുഞ്ഞിനെ പൊക്കിയെടുത്ത് ഒരൊറ്റയേറെ ഞാൻ എൻ്റെ നഗ്ന കണ്ണുകൾ കൊണ്ട് കണ്ടു. ആ കൊച്ചു കുഞ്ഞിന്റെ നഗ്നമായ ശരീരം എന്നുള്ള ശബ്ദത്തോടുകൂടെ അന്തരീക്ഷത്തിൽ ഒരു വില്ല് സൃഷ്ടിച്ചുകൊണ്ട് ആ വലിയ വെള്ളത്തിനകത്ത് പോയി വീണു.
ഞാൻ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾ കുറെ പേര് ഓടിച്ചെന്നു. അപ്പോൾ ഇവരൊക്കെ ഇനി തിരികെ പോരുന്നു. കാരണം അവിടെ അങ്ങനെ സംഭവിക്കാൻ പതിവാണ്. ഞാൻ മനുഷ്യന്റെ അടുക്കൽ ചെന്നു നിന്നു. ഞാൻ അടുക്കൽ ചോദിച്ചു, സാധ്യ ആപ്നെ ഐസ ക്യോം കിയാ? എന്താ സാറേ ഇങ്ങനെ ചെയ്തത്? കർഷകനാണ്, ദരിദ്രനാണ്, ഗ്രാമവാസിയാണ്. എന്താ സാറേ അങ്ങനെ ചെയ്തത്? ആ മനുഷ്യൻ ഉറഞ്ഞു നോക്കിയാണ്. അയാളുടെ ഭാര്യ അവിടെ കുത്തിയിരുന്നുകൊണ്ട് തലമുടി വലിച്ചു പറിച്ച് കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ ചെയ്തത്? വേണ്ടിയില്ല. ഞാൻ ചോദിച്ചു, അതൊരു പെൺകൊച്ചായിരുന്നു? അത് പറഞ്ഞല്ല, ആൺകൊച്ചായിരുന്നു. അംഗഭംഗമുള്ള കുഞ്ഞായിരുന്നു? അല്ല, ആരോഗ്യമുള്ള കുഞ്ഞായിരുന്നു. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ? അയാൾ പറഞ്ഞു, ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ രാജകുമാരനെ പോലെ വളർത്തുമായിരുന്നു. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് ആ കുഞ്ഞിനെ എടുത്തെറിഞ്ഞത്? ആ മനുഷ്യൻ പറഞ്ഞു, ഗംഗാദേവി എന്റെ ഭാര്യയ്ക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ കുഞ്ഞിനെ എനിക്ക് തരിക, നിന്റെ കുടുംബത്തിന് മുഴുവൻ ഞാൻ മോക്ഷം തരാം. ഞാൻ ആ മനുഷ്യന്റെ ഒരു പോഷത്വത്തിന്റെ ചോദ്യം ചോദിച്ചു. നിങ്ങൾ യേശു എന്നൊരു വാക്ക് കേട്ടിട്ടില്ല? ഞാൻ